ചെങ്കൽ മഠാധിപതിയാണ് ഇവിടുത്തെ കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗോപൻ സ്വാമിയുടെ മകൻ ഈ ആത്മീയ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഇവിടെ ഉണ്ട്. ഈ സമാധി സ്ഥലത്ത് തന്നെ നിന്ന് കാര്യങ്ങൾ അദ്ദേഹം മറ്റുള്ളവർ നൽകുന്ന ഉപദേശങ്ങൾക്കനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ തരത്തിൽ വലിയ ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം എല്ലാ ചടങ്ങുകളോടും കൂടി ഒരു സമാധി വീണ്ടും ഈ സ്ഥലത്ത് നടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ നാമജപയാത്ര അവിടേക്ക് എത്തും. മൃതദേഹം ഋഷിപീഠം എന്ന് ഒരുക്കിയിട്ടുള്ള ഇടത്തേക്ക് മാറ്റും. പൂജകൾ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർണ്ണമാണ് എന്ന് വി വിനോദ് റിപ്പോർട്ട് ചെയ്യുന്നു. നാമജപയാത്ര അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിംസിൽ നിന്ന് ഏറ്റുവാങ്ങിയ മൃതദേഹം തുറന്ന വാഹനത്തിൽ ആണ് അവിടേക്ക് എത്തിക്കുന്നത്. ചെങ്കൽ മഠത്തിലെ സ്വാമിമാരാണ് ഈ മഹാസമാധി എന്ന് പേരിട്ടിട്ടുള്ള ചടങ്ങിന് നേതൃത്വം വഹിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർണ്ണമായിട്ടുണ്ട്. 3 മുതൽ 4 വരെയുള്ള സമയത്തിനകം ഇത് നടക്കും, ചടങ്ങുകൾ നടക്കും എന്നാണ് കുടുംബം പറഞ്ഞിരുന്നത്. ഇപ്പോൾ 3:30 ആകുന്നു. അല്പസമയത്തിനകം തന്നെ മൃതദേഹം അവിടെ എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഈ ആറാലുമൂട് ജംഗ്ഷൻ എത്തി വാഹനമെന്ന് പറഞ്ഞിട്ട് തന്നെ ഏതാണ്ട് 10 മിനിറ്റിലധികമായി. വളരെ സാവധാനമാണോ ഈ യാത്ര നീങ്ങുന്നത്? എന്താണ് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്? അരുൺ, കേൾക്കാമോ? അരുണിലേക്ക് എത്താം. നെയ്യാറ്റിൻകരയിൽ സമാധി എത്തി എന്ന് മക്കൾ പറഞ്ഞ അതിനുശേഷം വാർത്തകളിൽ നിറഞ്ഞ വിവാദമായ സമാധി ഇന്നലെ കളക്ടറുടെ നേതൃത്വത്തിലെത്തിയ സബ് കളക്ടറുടെ നേതൃത്വത്തിലെത്തിയ സംഘം കല്ലറ പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കി. അസാധാരണ മരണമല്ല എന്ന പ്രാഥമിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകി. ഇപ്പോൾ മോർച്ചറിയിൽ വെച്ചിരുന്ന മൃതദേഹം ഏറ്റുവാങ്ങി നാമജപയാത്രയോടെ വീട്ടിലേക്ക് എത്തിക്കുകയാണ്. മഹാസമാധി നടത്താനാണ് കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള ഒരുക്കങ്ങൾ അവിടെ പൂർണ്ണമായി ഇരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മൃതദേഹം അവിടേക്ക് എത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വി അരുൺ വീണ്ടും ചേരുകയാണ്. അരുൺ, ഈ ആറാലുമൂട് ജംഗ്ഷനിൽ വാഹനം എത്തിയിട്ട് തന്നെ 10 മിനിറ്റിലധികമായി. വീട്ടിലേക്ക് ഇനിയും ദൂരമുണ്ടോ? വളരെ പതുക്കെയാണോ ഈ വാഹനം നീങ്ങുന്നത്? അതാണോ വീട്ടിലേക്ക് എത്താൻ വൈകുന്നത്? ഇനി ഏതാനും മീറ്ററുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പ്രധാന റോഡിൽ നിന്ന് മാറി ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള ഇടവഴിയിലേക്ക് കനാലിനോട് ചേർന്നുള്ള ചെറിയ വഴിയാണ്. അവിടേക്ക് ഇപ്പോൾ ഈ നാമജപയാത്ര എത്തി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവിടെ വീട്ടിലേക്ക് എത്തിച്ചേരും തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ പതിയെ തന്നെയാണ് പോകുന്നത്. കാരണം ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള യാത്രയാണ്. വളരെ സാവധാനം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നാട്ടുകാരൊക്കെ ഇവിടെ 2 വശത്തും കൂടി നിന്ന് ഇത് കാണാൻ, ഒരു പൊതുവെ കാഴ്ച നിലയിൽ കൂടി ഇവിടെ കാണാൻ നിൽക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒരുപക്ഷെ നമുക്ക് പോകാനാകുമെന്ന് കരുതുന്നു. അധിക ദൂരമില്ല, ഏതാനും മീറ്ററുകൾ മാത്രമേ ഉള്ളൂ ഇവിടേക്ക് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ എല്ലാ ക്രമീകരണങ്ങളും റിപ്പോർട്ട് ചെയ്ത എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഈ സമാധിക്കുള്ള ചുറ്റുമുള്ള ആളുകളൊക്കെ വീടിന്റെ ടെറസിലും അതുപോലെ തന്നെ മതിലും ഒക്കെ കയറിയിരുന്നുകൊണ്ട് ഈ ഒരു യാത്ര കാണുകയാണ്. കഴിഞ്ഞ ദിവസവും കുറച്ച് ദിവസം മുമ്പ് വരെ പക്ഷേ നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ആളുകൾക്ക് പരിചിതമായ ഒരാളായിരുന്നു. പ്രായമുള്ള ആളുകളുമൊക്കെ ഇവിടെ നിന്ന് ഈ ഘോഷയാത്ര കാണുന്നുണ്ട്. ഇദ്ദേഹം എങ്ങനെ ഈ ഒരു സമാധിയിലേക്ക് എത്തിയെന്ന കാര്യങ്ങളിലൊക്കെ നാട്ടുകാർക്കും പല അഭിപ്രായമുണ്ട്. ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടതാണ്. ഒരുപോലത്തുള്ള അഭിപ്രായമല്ല. എല്ലാവരും പൂർണ്ണമായും ഒരു ഭക്തിപരമായ കാര്യങ്ങളുമായി മാത്രമല്ല ഇതിനെ കണ്ടത്. സംശയത്തോടെ കൊണ്ട ആളുകളും ഒക്കെ ഉണ്ട്. ഏതായാലും ഈ ഒരു കനാലിന്റെ വശത്തോടു കൂടി ഇപ്പോൾ ഈ നാമജപയാത്ര പോവുകയാണ്. ഇതിന് വീട്ടിന് സമീപത്തേക്ക് എത്തുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തിരക്ക് ഇവിടേക്ക് ഇടുങ്ങിയ വഴി കൂടിയായതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് ഇവിടെയൊക്കെ അനുഭവപ്പെടുന്നുമുണ്ട്. അല്പസമയത്തിലൊക്കെ ഏതാനും മീറ്ററുകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇനി എത്തിച്ചേരാനായി ബാക്കിയുള്ളത്. അവിടെ അന്തിമ കർമ്മങ്ങൾ, സമാധി ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ അവസാന
ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കാലത്തും ഇത്തരത്തിൽ സമാധി പോലുള്ള അത്രയധികം ആധ്യാത്മിക ഔന്നത്യങ്ങളിലേക്ക് എത്തുന്ന ആളുകൾ ഉണ്ടോ എന്ന സംശയം പൊതുവിൽ സമൂഹത്തിനുണ്ട്. അതിനുള്ള ഉത്തരം പറയേണ്ടത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം ആന്തരിക പരിശോധന ഫലവുമാണ്. കുടുംബാംഗങ്ങൾ പറയുന്നത്, മക്കളുമൊക്കെ പറയുന്നത് പോലെ തന്നെയാണോ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്? അദ്ദേഹം സ്വമേധയാ അദ്ദേഹത്തെ എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത ആരോഗ്യസ്ഥിതി ഉണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ അയൽക്കാരൊക്കെ നമ്മോട് നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ അത് ശരിയാണോ, അല്ലെങ്കിൽ അതിനുമപ്പുറത്തേക്ക് കൃത്യമായ ആത്മീയ ഔന്നത്യത്തിലേക്ക് അദ്ദേഹം എത്തിയതാണോ? നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ളത് പോലുള്ള ഈ സമാധി എന്ന ഔന്നത്യത്തിലേക്ക് അദ്ദേഹം എത്തിയതാണോ എന്ന കാര്യമൊക്കെ ഇനി നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും അങ്ങനെ വിശ്വസിക്കുന്നവർ നിരവധിയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഹൈന്ദവ സംഘടനകളും അതുപോലെ തന്നെ അദ്ദേഹത്തെ നേരത്തെ അറിയാവുന്ന ആളുകളുമൊക്കെ ആ രീതിയിൽ അദ്ദേഹം വിശ്വസിക്കുന്നത്. മറുവാദങ്ങളും ശക്തമാണ്. ഈ കൃത്യമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നവർ ഉണ്ട്. അത്തരം അന്വേഷണങ്ങൾ സ്വാഭാവികമായും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഏതാണ്ട് ഒരാഴ്ചയിലേറെ വേണം ഈ ആന്തരിക പരിശോധന ഫലമൊക്കെ പുറത്തുവരാൻ. അതിനുശേഷമാകും ഇതിനെങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. അദ്ദേഹം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ സമാധിയിലേക്ക് പോകാൻ ഉള്ള തത്ര ആത്മീയ ഔന്നത്യത്തിലേക്ക് അദ്ദേഹം എത്താൻ കഴിയുമോ? അങ്ങനെയൊക്കെ ശാസ്ത്രം പരമായി ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോഴും സാധ്യമാകുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ സംശയങ്ങളൊക്കെ നിൽക്കുമ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നവർ കൂടി ഉൾപ്പെട്ടതാണ് നമ്മുടെ സമൂഹം എന്ന കൂടി തിരിച്ചറിയേണ്ടതാണ്. ഇങ്ങനെയുള്ള ഈ കാലത്തും ഈ നൂറ്റാണ്ടിലും ഈ 2025-ലുമൊക്കെ അത്തരം വിശ്വാസമുള്ളവർ കൂടിയുണ്ട്. അത്തരത്തിൽ വിശ്വസിക്കുന്നവർ കൂടിയുണ്ട്. അവരുടെ വിശ്വാസങ്ങളെയും മാനിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിന്റേത്, ഇന്ത്യയുടേത്. അതുകൊണ്ട് തന്നെ എല്ലാ സാധ്യതകളും ആ രീതിയിലുള്ള പരിശോധനകൾ ഉണ്ടാകും. ഏതായാലും ഒരു കാര്യം പറയാനുള്ളത്, നേരത്തെ കുടുംബാംഗങ്ങൾ മാത്രം നടത്തിയ ഒരു ചടങ്ങ്, അത് മഹാസമാധി എന്ന പേരിൽ ഇപ്പോൾ നൂറുകണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ രീതി വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി വലിയ കൗതുകത്തോടുകൂടി ചില ആളുകളെങ്കിലും വലിയ ഭക്തിയോടുകൂടി ഈ സമാധി സ്ഥലത്തേക്ക് എത്തുകയാണ്. നമുക്ക് വീട്ടിനടുത്തേക്ക് എത്തുമ്പോൾ കാണാനാകുന്നത് നമ്മൾ ഇതുവരെ കണ്ടതുപോലെയല്ല, കുറച്ചുകൂടി വലിയ ഒരു ആൾക്കൂട്ടം ഇവിടെ കാണാനാകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീടിനടുത്തേക്ക് നമ്മൾ എത്തുകയാണ്. വളരെ ഇടുങ്ങിയ പ്രദേശമാണ്. തീർത്തും ഒരു നാട്ടിൻപുറം ചെറിയ വഴികളിലൂടെ ഇവിടെ എത്തുമ്പോൾ വലിയ തിരക്ക് ഇവിടെ നമുക്കിവിടെ കാണാനാകുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ഭക്തരെ വന്നവരാകാം, അല്ലെങ്കിൽ നേരത്തെ അറിയുന്നവരാകാം. ഇനി ഇവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുമോ എന്ന സംശയം കൊണ്ട് അത്തരത്തിൽ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എന്ന രീതിയിൽ വന്നവരാകാം. ഇതിന്റെ കൗതുകം കൊണ്ട് നമുക്കറിയാം, സമാധിയൊക്കെ നമ്മൾ പാഠപുസ്തകങ്ങളിലും അല്ലെങ്കിൽ അതുപോലെ മറ്റു വായിച്ചുമൊക്കെ പഠിച്ചിട്ടുള്ളതിനപ്പുറത്തേക്ക് ഒരു സമാധി എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് സമാധി എന്ന കാര്യത്തിലൊക്കെ കൗതുകത്തോടെ വരുന്നവർ സ്വാഭാവികമായും ഉണ്ടാകാം. പ്രത്യേകിച്ചും പുതുതലമുറക്കെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഒരു കൗതുകം ഉണ്ടാകാം. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന് സമീപത്തേക്ക് ഈ സമാധി സ്ഥലത്തേക്ക് എത്തുകയാണ്. വലിയ ഒരു ആൾക്കൂട്ടത്തിൽ നമുക്ക് ഇവിടെ കാണാനാകുന്നുണ്ട്.